സഹാക്കളെ, നമ്മുടെ ഉദ്ഘാടകൻ ഏതാനും നിമിഷങ്ങൾക്കകം എത്തിച്ചേരും. ഇന്നത്തെ നമ്മുടെ രാഷ്ട്രീയ സാഹചര്യങ്ങളും തെരഞ്ഞെടുപ്പിൻ്റെ പ്രസക്തിയും ഒക്കെ കുറിച്ച് സംസാരിക്കുന്നതിന് നമ്മുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ പ്രധാന ചുമതലക്കാരൻ കൂടിയായ CPM-ൻ്റെ നേതാവ് സഖാവ് KK അനിൽ നിങ്ങളോട് സംസാരിക്കും. ബഹുമാനപ്പെട്ട ഈ പൊതുസമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ സഖാവ് PK ലോഹിതാക്ഷൻ, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമാദരണീയരായ നേതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ സഖാക്കളെ, സുഹൃത്തുക്കളെ, നാളെയും മറ്റന്നാളും കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പുതിയ നിയമസഭയെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടി പോളിംഗ് ബൂത്തിലേക്ക് പോവാണ്. ഒരു ജനാധിപത്യ രാജ്യത്തെ പൗരന്മാർ എന്ന രീതിയിൽ ജനാധിപത്യത്തിൻ്റെ അവകാശവും ഉത്തരവാദിത്വവും നിർവഹിക്കുവാൻ നാം എല്ലാവരും ബാധ്യസ്ഥരാണ്. അതിനേക്കാൾ ഉപരിയായി നമ്മുടെ കടമയുമാണ്. ആ ജനാധിപത്യ ഉത്തരവാദിത്വ നിർവഹണത്തിൻ്റെ ഭാഗമായി എന്ത് ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് മലയാളികളായ വോട്ടർമാരെല്ലാം തന്നെ ഇതിനകം തന്നെ മനസ്സിൽ തീരുമാനം ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. ആ തീരുമാനം ബാലറ്റ് മെഷീനിൽ രേഖപ്പെടുത്തി മെയ് മാസത്തിൽ വോട്ട് എണ്ണുമ്പോൾ ആ തീരുമാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ തീരുമാനമായിരിക്കും. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആവേശകരമായ മറ്റൊരു ചരിത്രം കൂടി സൃഷ്ടിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ മൂന്നാമതും അധികാരത്തിൽ വരുന്ന ആവേശകരമായ തീരുമാനമാണ് കേരളത്തിലെ ജനങ്ങൾ ഇതിനകം എടുത്തിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ച് ഉത്തരവാദിത്ത ബോധത്തോടുകൂടി പ്രവർത്തിക്കുന്ന എല്ലാ ഏജൻസികളും ഇതിനകം അഭിപ്രായം രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. 2021 ഇതേപോലെ തന്നെ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് വോട്ട് എണ്ണിയതെന്നതുകൊണ്ട് ധാരാളം വിശകലനങ്ങളും അഭിപ്രായങ്ങളുമൊക്കെ ഉയർന്നു വന്നിരുന്നു. അക്കൂട്ടത്തിൽ മലയാളത്തിലെ പ്രധാനപ്പെട്ട ഒരു ഓൺലൈൻ മാധ്യമം ഒരു വാർത്ത കൊടുക്കുകയുണ്ടായി. ആ വാർത്തയുടെ തലക്കെട്ട് മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള കോൺഗ്രസിന്റെ തർക്കം തീർന്നു എന്നാണ്. ഇപ്പൊ 2021 കോൺഗ്രസ്സാണ് അധികാരത്തിൽ വരാൻ പോകുന്നത്. അപ്പൊ പിന്നെ ആരാകണം മുഖ്യമന്ത്രി എന്നതിനെ സംബന്ധിച്ച് സ്വാഭാവികമായും കോൺഗ്രസിനകത്ത് തർക്കം ഉണ്ടായിരുന്നു. ആ തർക്കം ഇതാ തീർന്നിരിക്കുന്നു എന്നാണ് ആ ഓൺലൈൻ പത്രം മലയാളികളെ അറിയിച്ചത്. പക്ഷെ ജനങ്ങൾ വോട്ട് ചെയ്ത് 2016-നേക്കാൾ 10 സീറ്റിന്റെ ഭൂരിപക്ഷത്തും കൂട്ടിക്കൊടുത്തുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയാണ് തെരഞ്ഞെടുത്തിരുന്നത് കൊണ്ട് തർക്കം തീർത്ത കോൺഗ്രസിന് മുഖ്യമന്ത്രിയാകേണ്ട ആവശ്യം കേരളത്തിൽ വന്നില്ല. ഇപ്രാവശ്യം കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ശ്രീമാൻ KC വേണുഗോപാൽ, ആ വേണുഗോപാലിനോട് പത്രക്കാർ ചോദിച്ചു, ജയിച്ച് അധികാരത്തിൽ വന്നാൽ ആരായിരിക്കും മുഖ്യമന്ത്രി? വേണുഗോപാൽ പറഞ്ഞു, മുഖ്യമന്ത്രിയെ ഹൈക്കമാൻഡ് തീരുമാനിക്കും. ഐക്യ ജനാധിപത്യ മുന്നണി ജയിക്കും, ജയിച്ചു വന്നാൽ ഹൈക്കമാൻഡ് തീരുമാനിക്കും എന്നാണ് KC വേണുഗോപാൽ പറഞ്ഞത്. കേരളത്തിലെ ജനങ്ങൾ ഏതായാലും കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന് ഒരു സഹായം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്.
ആ തീരുമാനം മറ്റൊന്നുമല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുവാൻ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന് യോഗം ചേരേണ്ട ആവശ്യം ഉണ്ടാവില്ല. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഉത്തരവാദപ്പെട്ട കമ്മിറ്റികൾ നിർവഹിച്ചുകൊള്ളും. അവിടേക്കാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. ആരെയാണ് നമ്മൾ ജയിപ്പിക്കേണ്ടത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 10 വർഷക്കാലം ഈ കേരളത്തിനകത്ത് നടപ്പിലാക്കിയ നേട്ടങ്ങൾ അനുഭവിക്കാത്ത ഏതെങ്കിലും ഒരു ജനവിഭാഗം കേരളത്തിലുണ്ടോ? ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം ഏത് എന്ന് ചോദിച്ചാൽ ഓരോരുത്തർക്കും അവരുടെ അനുഭവത്തിൽ നിന്നും ഓരോരോ അഭിപ്രായങ്ങളാണ് പറയുവാനുള്ളത്. അതിന് ഒരു കാരണവശാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വികസനത്തിന്റെ പേരിൽ, ഭരണപരിഷ്കാരങ്ങളുടെ പേരിൽ, നാടിന് സമ്മാനിച്ച നന്മകളുടെ പേരിൽ ചോദ്യം ചെയ്യാനോ എതിർക്കുവാനോ കഴിയാത്തവർ അപവാദ പ്രചരണങ്ങളും നുണപ്രചരണങ്ങളും കെട്ടഴിച്ചു വിട്ട് കേരളത്തിലെ ജനങ്ങളുടെ മനസാക്ഷിയെ അട്ടിമറിക്കുവാൻ കഴിയുമോ എന്ന വൃഥാ പരിശ്രമത്തിൽ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുകയാണ്. ആ കള്ളക്കഥകളെ കുറിച്ചൊന്നും ഏറെ പറയുന്നില്ല. നോക്കുക, കോൺഗ്രസിന് അധികാരത്തിൽ കൊണ്ടുവന്നു. ചില ആളുകൾ നിഷ്കളങ്കമായി പറയാണ്, 10 വർഷം പിണറായി ഭരിച്ചില്ലേ, 10 വർഷം LDF ഭരിച്ചില്ലേ, ഇനിയിപ്പോ ഒരു മാറ്റമൊക്കെ ആവാം. പ്രിയപ്പെട്ടവരെ, മാറ്റമൊക്കെ ആവാം. പക്ഷെ ആ മാറ്റം നാടിന് ഗുണത്തിന് വേണ്ടിയാകണമോ സർവനാശത്തിന് വേണ്ടിയാകണമോ? ഈ കോൺഗ്രസ് ഇന്നോ ഇന്നലെയുണ്ടായ പാർട്ടിയാണോ? UDF ഇന്നോ ഇന്നലെയുണ്ടായ മുന്നണിയാണോ? എത്രയോ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഭരണകാലത്ത് ഈ കേരളത്തിനകത്ത് അഴിമതിയും ചക്കളാത്തി പോരാട്ടങ്ങളും ജനവിരുദ്ധ നയങ്ങളും അതിനെതിരെയുള്ള പോരാട്ടങ്ങൾ അടിച്ചമർത്തലും ജീവിക്കാൻ സാഹചര്യമില്ലാത്ത പരുവത്തിലേക്ക് ഈ കേരളത്തിന് സമ്മാനിച്ച എത്രയോ കരുത്ത ദുർഭരണത്തിന്റെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ ഏതോ ഒരു പുതിയ അവതാരം എഴുന്നള്ളിയ പോലെയാണ് ഒരു മാറ്റം വേണം എന്ന് UDF പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ മാറ്റം നമ്മൾ വേണമെന്ന് തീരുമാനിച്ചാൽ, പ്രിയമുള്ളവരെ, ആ മാറ്റത്തിന് വേണ്ടി ഇപ്പോൾ വലിയ പ്രചരണങ്ങളും ഒക്കെ അഴിച്ചുവിട്ടുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന UDF-ന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയാൽ ആ അധികാരത്തിൽ വരുന്ന UDF എന്തായിരിക്കും ഇവിടെ ചെയ്യുക എന്നതിനെ സംബന്ധിച്ച് വാക്കുകൾ കൊണ്ട് തോരണം കിട്ടി ഞങ്ങൾ വിശദീകരിച്ച് ബോധ്യപ്പെടുത്തേണ്ട വല്ല കാര്യമുണ്ടോ? നോക്ക്, ഏറ്റവും അവസാനം ഇപ്പൊ കേരളത്തിൽ 10 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിച്ചു. സാധാരണഗതിയിൽ ഭരണകാലത്ത് തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ ആ ഭരിച്ച മുന്നണിക്കെതിരെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപമായി ഉന്നയിക്കുക അഴിമതി ആരോപണങ്ങളാണ്. ഒരു അഴിമതി ആരോപണം ഉന്നയിക്കാനില്ല. പക്ഷേ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഭരണപക്ഷമല്ല പ്രതിപക്ഷം അഴിമതി ആരോപണം നേരിട്ടുകൊണ്ടിരിക്കുന്ന സവിശേഷമായ സാഹചര്യത്തെ നാം നോക്കി കാണുകയല്ലേ. ചെറുതി അഴിമതിയാണ്. എല്ലാവരുടെയും മനസ്സിനകത്തുണ്ടല്ലോ. ചൂരൽമല മുണ്ടക്കൈ ദുരന്തം മലയാളിക്ക് മറക്കാൻ വേണ്ടി കഴിയുമോ? ഒരു സുപ്രഭാതത്തിൽ കിടന്നുറങ്ങിയ മനുഷ്യൻ വലിയ ശബ്ദം കേട്ട് ഉണർന്നു. ആ ഉയർച്ചയുടെ ഭാഗമായിട്ട് ശരീരത്തിലേക്കും വീടിലേക്കും മിടച്ചു വരുന്ന വലിയ പാറക്കല്ലുകളും ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി സഖാവ് PK ഷാജേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്. നോക്കുക, എല്ലാവരും വിഷമിച്ചു പോയി. എല്ലാവരും വലിയ തോതിൽ സഹായിച്ചു. സഹാനുഭൂതിയോടെ ഈ കേരളത്തിന്റെ നമ്പരമായി മാറിയ വയനാടിലെ മക്കളെ സഹായിക്കുവാൻ തയ്യാറായി. അതിലെല്ലാ വിശദാംശങ്ങളും കടക്കുന്നില്ല. പക്ഷെ നോക്കുക, കോൺഗ്രസ് പണം പിരിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിന് പണം കൊടുക്കരുത്, എല്ലാവരും പണം കോൺഗ്രസ് തരിക. എന്നിട്ട് ഇപ്പൊ എന്താ പറയുന്നത്? ഒരു കർഷണം ഇഷ്ടിക വെച്ച്, ഒരു പാറക്കല്ല് വെച്ച്, അതിനെ ഇഷ്ടിക വെച്ച് ഒരു വീട് പണിയുവാൻ കോൺഗ്രസ് സാധിച്ചു. കോൺഗ്രസ് ചെയ്യാറൊന്നുമില്ല. എത്രയോ പ്രഖ്യാപനങ്ങൾ സ്വന്തം നേതാക്കന്മാരുടെ സ്മാരകങ്ങൾക്ക് വേണ്ടി പണപ്പെരുവ് നടത്തിയിട്ട് പോലും അത് ചെയ്യാത്ത പാരമ്പര്യമുള്ള പാർട്ടി. പക്ഷെ നാം ഓർക്കണം, മലയാളി വയനാടിൽ പിടഞ്ഞു വീണ് മരിച്ച കുഞ്ഞുമക്കൾ, അവരുടെ മാതാപിതാക്കൾ, അവരുടെ ശവശരീരങ്ങൾ എണ്ണി ഈ മലയാളിയുടെ പോക്കറ്റിൽ നിന്നും പിരിച്ചെടുത്ത കോടാനുകോടി രൂപ
ആ കോടാനുകോടി ഉറുപ്പിക മുക്കിയ പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് ഈ കേരളത്തില് എല്ലാവരും ഒന്ന് വിശ്വസിക്കുകയല്ലേ? ഈ ശവന്തീനികൾക്ക് മരിച്ചു വീണ മനുഷ്യന്റെ മൃതശരീരം ചൂണ്ടിക്കാട്ടി പണം പിരിച്ച ആ ശവന്തീനികള്, ആ പണം പറ്റിച്ച് തട്ടിച്ച ഈ അഴിമതിയുടെ വീരന്മാരെ ഈ കേരളത്തിന്റെ ഭരണമേൽപ്പിക്കണമെന്നാണോ മാറ്റത്തിന്റെ വൈത്താരി പാടുന്നവർ നമ്മോട് കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ആ കൽപ്പനയ്ക്ക് മുമ്പിൽ മുട്ടുമടക്കുവാൻ മാനാഭിമാന ബോധമുള്ള മലയാളിക്ക് കഴിയില്ല. ഈ രാഷ്ട്രീയ ധിക്കാരത്തിനെതിരെ, ഈ അധർമ്മമായ രാഷ്ട്രീയ സംസ്കാരത്തിനെതിരെ ഉജ്ജ്വലമായ നിലപാട് സ്വീകരിക്കും. പറഞ്ഞ കാര്യങ്ങള് പറഞ്ഞ പോലെ ചെയ്ത് കേരളത്തിന്റെ മണ്ണില് അഭിമാനകരമായ ഭരണമുഹൂർത്തം സൃഷ്ടിച്ച ഇന്ത്യക്ക് അഭിമാനമായി മുന്നോട്ട് പോകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കേണ്ടത് ഈ മലയാളത്തിന്റെ അനിവാര്യതയാണ്. വോട്ടെടുപ്പ് കഴിയും. വോട്ടെടുപ്പ് കഴിഞ്ഞാൽ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ നിന്നും തൃശ്ശൂരിൽ നിന്നും ഒരു തുറന്ന ജീപ്പ് പുറപ്പെടും. ആ തുറന്ന ജീപ്പിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സഖാവ് ഷാജേട്ടൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുണ്ടാവും. ആ തുറന്ന ജീപ്പിന്റെ മുകളിൽ ചുവന്ന ഷാളണിഞ്ഞ് ജനങ്ങൾ അഭിസംബോധന ചെയ്ത് വിജയാരവങ്ങളോടെ കടന്നു വരുന്ന ആ വാഹനത്തിൽ സഞ്ചരിക്കുന്ന വിജയ തേരാളിയുടെ പേര് സഖാവ് ഗീതാ ഗോപി എന്നായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് ഉറപ്പുവരുത്തുവാൻ വേണ്ടിയാണ് സഖാക്കളെ നാം ഈ ചേർപ്പിന്റെ മണ്ണിൽ ഉജ്ജ്വലമായ പ്രകടനവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചത്. പൊതുസമ്മേളനത്തിൽ പങ്കെടുത്ത മുഴുവൻ സുമനസ്സുകളെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വർത്തമാനം നിർത്തുന്നു. സഖാക്കളെ, അഭിവാദ്യങ്ങൾ.